ടൈം ട്രാവലേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിടുന്ന വീഡിയോസിൽ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡ്രൈവിംഗ് ടിപ്സുകളാണ്. അപ്പം ഞാനൊരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുമെന്നല്ല, ആദ്യമേ നിങ്ങളോട് പറയട്ടെ. പിന്നെ എനിക്കറിയാവുന്നത്, അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഡ്രൈവിങ്. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ പറയുന്നു എന്നുള്ളത് മാത്രം. ഡ്രൈവിങ്ങും യാത്രകളുമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഈ യാത്രകൾക്ക് ഏറ്റവും ആവശ്യം ഡ്രൈവിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഡ്രൈവിങ്ങിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ഞാൻ ഈ ടിപ്സുകൾ ഇടുമ്പോൾ കുറേ പേര് എന്നോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്, കുറേ കാര്യം. അപ്പൊ എനിക്കിതിൽ നിന്നെല്ലാം മനസ്സിലായത്, ഇപ്പൊ ഒരു ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ എന്നെ പോലുള്ള ലേഡീസിന്, എനിക്കും ഒരുപക്ഷെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കാരണം ആദ്യം ഇത് പഠിക്കുന്ന സമയത്ത് എന്താണ് ഇതിന്റെ ഒരു ബേസിക് കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പം എനിക്ക് ഞാൻ പറയാൻ പോകുന്നതും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആദ്യമേ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ള ഒരു കേസ് എന്ന് വെച്ചാൽ, നിങ്ങൾ മെജോറിറ്റി ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ലോണം അറിയാവുന്നവരായിരിക്കും. ദയവ് ചെയ്ത് അങ്ങനെ ഉള്ളവർ ഇത് സ്കിപ്പ് ചെയ്തിരിക്കുക. കാരണം ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തുടക്കക്കാർക്ക്, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഒരു വണ്ടി എങ്ങനെ പഠിച്ച് ഓടിക്കണം എന്നുള്ള തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ളവര് നമുക്ക് ബേസിക് ആയിട്ടൊരു വണ്ടി എന്താണ്, പാർട്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ ഏകദേശം അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് എൻ്റെ വീഡിയോയിൽ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു കാർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു മിനിമം അവയർനെസ് നമ്മൾ എല്ലാ ഡ്രൈവേഴ്സിനും വേണം. ഇപ്പം ഇതിന് ഒരു ബോഡി ഉണ്ട്, ഇതിനൊരു ഫ്രെയിം ഉണ്ട്, ഒരു എൻജിൻ ഉണ്ട്, ഒരു ട്രാൻസ്മിഷൻ, അല്ലെ ഇതിന്റെ സസ്പെൻഷൻ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, ഇലക്ട്രിക്കൽ സിസ്റ്റം ആൻഡ് എൻജിൻ സബ് സിസ്റ്റം, അങ്ങനെ കുറെ സിസ്റ്റങ്ങൾ ചേർന്നിട്ടാണ് ഒരു കാർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ടെക്നിക്കൽ സൈഡിലോട്ട് ഞാനിപ്പോൾ പോകുന്നില്ല, കാരണം അത് കുറച്ചുകൂടെ ഡീപ്പാണ്. അത് എനിക്കറിയാവുന്നത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. ഒരു വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ എൻജിൻ ഇരിക്കുന്നത് ഈ ബോണറ്റിനുള്ളിലാണ്. ഈ ഭാഗമാണ്, ഇതാണ് ബോണറ്റ്. അതിന്റെ തൊട്ട് താഴോട്ട് വന്നാൽ ഇത് ഹെഡ്ലൈറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഈ ഹെഡ്ലൈറ്റിന് തൊട്ട് താഴെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് എന്ന് പറയും. ഇത് ഗ്രില്ലാണ് വരുന്നത്, എഞ്ചിൻ. ഈ ഗ്രില്ല് നിങ്ങൾ നോക്കിയത് ഇതിലെല്ലാം വിടവുകളുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, എഞ്ചിൻ പ്രവർത്തിക്കുന്ന എപ്പോഴും എയറിന്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ്. നിങ്ങൾ എഞ്ചിൻ റൂം തുറന്നു നോക്കിയാൽ മനസ്സിലാവും, അതിനകത്ത് എയറിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ എയറിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഗ്രില്ല് വഴി എയർ കടന്നിട്ടാണ്. അപ്പൊ അതാണ് ഗ്രില്ല് വരുന്നത്. അതിന്റെ താഴോട്ട് വന്നിട്ട് തൊട്ട് താഴെ ഇത് ഫോഗ് ലാമ്പാണ്. ഫോഗ് ലാമ്പിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ, നമ്മൾ മഞ്ഞ് സമയത്തൊക്കെ നല്ല ഹിൽ ഏരിയയിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് റോഡ് കാണാൻ പറ്റില്ല ഹെഡ്ലൈറ്റ് ഇട്ടാലും. അപ്പം ഫോഗ് ലൈറ്റ്സ് കൂടെ കത്തിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ റോഡ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതിനാണ് ഫോഗ് ലൈറ്റ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതാണ് ഫോഗ് ലാമ്പ്. ഇതൊരു LED ടൈപ്പുള്ള ഫോഗ് ലാമ്പാണ് ഈ വണ്ടിയിൽ അവർ തന്നിരിക്കുന്നത്. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ബമ്പർ വരുന്നുണ്ട്. അപ്പം ഈ ബമ്പർ തന്നെ ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. ബമ്പറിന്റെ പ്രധാന ഉദ്ദേശം ചെറിയ ചെറിയ ഇടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഇന്റേണലി ഒന്നും പറ്റാതെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് ബമ്പർ ചെയ്യുന്നത്. പിന്നെ മെജോറിറ്റി കൂടുതലും ഒരു ഭംഗി എന്നുള്ളതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് ബോണറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം മിക്കവാറും ഉള്ള എല്ലാ വണ്ടികളുടെയും ഡ്രൈവർ സീറ്റിന്റെ സൈഡിലായിട്ടാണ് ബോണറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അതിന്റെ ഒരു സിമ്പലും കാണും, നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നത്. ഇവിടെ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ ഇങ്ങോട്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഓപ്പൺ ആയി. മിക്കവാറും എല്ലാ വണ്ടികൾക്കും ഇങ്ങനെയാണ്. ചിലതിനകത്ത് പടവും കാണും, അപ്പൊ അത് നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ മനസ്സിലാവും. ഇനി അത് നമ്മൾ ഫ്രണ്ടിൽ ചെന്നിട്ട് ഇതിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു ലോക്ക് ഉണ്ട്. അപ്പം ഇതിപ്പോ ആ ലിവർ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഇതിന്റെ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് ലെഫ്റ്റിലോട്ട് ചെറുതായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പൊക്കാം. പൊക്കിയിട്ട് ഇതിലൊരു ലാച്ച് ഉണ്ട്. ഈ ലാച്ച് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് ഇങ്ങനെ വെച്ചാൽ നമുക്കിത് ബോണറ്റ് ഓപ്പൺ ചെയ്യാം. ദെൻ ഇതാണ് അതിന്റെ ലിവർ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ലിവർ ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇത് ഓപ്പൺ ആവും. അപ്പൊ നമ്മൾ കൈയിട്ട് നോക്കുമ്പോൾ ഇത് നമ്മുടെ കയ്യിൽ തടയും. ഇതിങ്ങനെ പ്രസ് ചെയ്താൽ ഇത് ഓപ്പൺ ആവും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ ലാച്ച് മിക്കവാറുള്ള എല്ലാ വണ്ടികൾക്കും ഇതേപോലെ തന്നെ ലാച്ച് ആയിരിക്കും അത് വെച്ചിട്ട്. അപ്പൊ ഇതിന് മുന്നേ നമുക്കുണ്ടായിരുന്ന ബെൻസ് ആണ്, അപ്പൊ അതിന് ഹൈഡ്രോളിക് ആണ് വരുന്നത്. എനിക്കൊന്ന് പ്രീമിയം വണ്ടികൾക്ക് അങ്ങനെ ഹൈഡ്രോളിക് വരുന്നുള്ളൂ.
ഇതാണ് ഒരു വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, എഞ്ചിൻ സൈഡ്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു CRDI 16V എഞ്ചിനാണ്. അപ്പം ഇതിങ്ങനെ ഒരു ക്ലിപ്പ് വെച്ച് വെച്ചിരിക്കുക. ക്ലിപ്പ് വെച്ച് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സിസ്റ്റം കാണാൻ പറ്റും. ഇതൊരു 4 സിലിണ്ടർ എഞ്ചിനാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാന്നുണ്ട് 1 2 3 4 സിലിണ്ടേഴ്സ്, 4 സിലിണ്ടർ എഞ്ചിനാണിത്. പിന്നെ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യേണ്ട. ഇതൊക്കെ നമ്മളൊരു മിനിമം നമ്മളെല്ലാ ലേഡീസ് അല്ലെ ബേസിക് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് ക്ലിപ്പാണ്, ലിവർ. ഇതിങ്ങനെ മോളോട്ട് എടുത്താൽ ഇത് എഞ്ചിൻ എത്രത്തോളം ഓയിൽ ഉണ്ടെന്നും ഇതിനകത്ത് അളവുണ്ട്, മാക്സിമം മിനിമം എന്നുള്ള രീതിയിൽ അളവുണ്ട്. അപ്പം അതിൻ്റെ എത്രത്തോളം ഓയിൽ ഇതിലുണ്ടെന്നും പിന്നെ ഈ ഓയിലിന്റെ കളർ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഒരു എഞ്ചിൻ ഓയിൽ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് എത്രത്തോളം ക്ലിയർ ആണ് ഓയിൽ എന്നുള്ളത്. അപ്പൊ അത് എടുക്കുമ്പോൾ അതിന്റെ കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന്റെ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ടൈം ആയി എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇത് നമുക്ക് തിരിച്ചു വെക്കാം. പിന്നെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാണ്. ഇത് നമ്മുടെ വൈപ്പറിന് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ലിക്വിഡ് മിക്സ് ചെയ്ത്, ചിലര് സോപ്പൊക്കെ ഷാമ്പു ഒക്കെ മിക്സ് ചെയ്യുന്ന പറയുന്നേക്കാം. അതിൽ നല്ലത് നമ്മളെ പ്രോപ്പർ ലിക്വിഡ് തന്നെ മിക്സ് ചെയ്ത് ഇതിൽ യൂസ്. പിന്നെ ഇത് പറഞ്ഞാൽ പിന്നെ ഇത് കൂളന്റ് ആണ്. ഈ എഞ്ചിൻ എപ്പോഴും നിങ്ങൾക്കറിയാലോ, ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. എഞ്ചിൻ എപ്പോഴും നിങ്ങൾക്കറിയാലോ ചൂടായിക്കൊണ്ടേയിരിക്കും, കാരണം ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ കൂള് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൂളന്റ് ആണിത്. ഇതൊരു ലിക്വിഡാണ്. നിറയ്ക്കുക എപ്പോഴും അതിനൊരു മാക്സിമം മിനിമം അളവ് ഇതിനുണ്ട്. അതെപ്പോഴും ഇതിങ്ങനെ ഒരു വാൽവ് വഴി ഇതിനകത്ത് എഞ്ചിനകത്തൂടെ സർക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ വന്നിട്ട് ഇതിന്റെ ഡീപ്പ് ഇതിലോട്ട് പോകാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. സത്യത്തിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ തുടക്കക്കാരെ സംബന്ധിച്ച് അത്യാവശ്യം നമ്മളൊരു വണ്ടിയെക്കുറിച്ച് ഒരു ബേസിക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ബാറ്ററിയുടെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അല്ലെ, മെയിൻ ആയിട്ടുള്ള ഇലക്ട്രിക് ഭാഗമാണ് ബാറ്ററി. പിന്നെ ഒരു ജനറേറ്റർ ഇതിൽ വരുന്നുണ്ട് അതിന്റെ ഭാഗത്തായിട്ട്. അത് എഞ്ചിൻ പ്രവർത്തിക്കുമ്പം ജനറേറ്റർ വർക്ക് ചെയ്ത് വരുന്നതാണ്, അല്ലാതെ നമുക്ക് ഇനിഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് സ്പാർക്ക് പ്ലഗ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട. പിന്നെ ഇതെന്ന് വെച്ചാല് നമ്മുടെ എയറിനെ അകത്തോട്ട് സക്ക് ചെയ്തിട്ട് എഞ്ചിൻ പ്രവർത്തിക്കുന്ന, എപ്പോഴും എഞ്ചിന്റെ പ്രവർത്തനം നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോഴും എയറും ഫ്യൂവലും കൂടെ ചേർന്ന് മിക്സ് ചെയ്തിട്ടാണ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിലുള്ള എയർ എടുക്കുന്നത് ഇതൊരു നോബ് വഴി അകത്തോട്ട് എയറിനെ സക്ക് ചെയ്തിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എഞ്ചിൻ എപ്പോഴും പിസ്റ്റൺ പ്രവർത്തിക്കുന്ന, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിലോട്ട് ഞാൻ പോകുന്നില്ല. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ബേസിക് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതിങ്ങനെ പിന്നെ സൈഡിലായിട്ട് 2 മിറേഴ്സ് ആണ് നമുക്കുള്ളത്. പിന്നെ ഒരു വണ്ടിയെ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പൊ ടെക്നോളജിക്കലി അല്ലെ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ഭാഗത്തിനെ നമ്മൾ ഒരു പില്ലറുകളായിട്ടാണ് തിരിക്കുന്നത്. ഈ ഒരു ഇന്റേണലി കയറിയിരുന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇതിനെ A പില്ലർ എന്ന് പറയും. ഈ ഭാഗം ഇത് B പില്ലർ എന്ന് പറയും. ഇതിനെ C പില്ലർ എന്ന് പറയും. ഇത് തന്നെ 7 സീറ്ററിലോട്ട് പോവുകയാണെങ്കിൽ അതിനെ D പില്ലർ എന്നും പറഞ്ഞിട്ട് അങ്ങനെയും പോകുന്നുണ്ട്. ഇപ്പൊ ഇതിന് ആ 3 പില്ലേഴ്സ് മാത്രം വരുന്നിട്ടുണ്ട്. അപ്പം A പില്ലർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്താണ് നമുക്ക് ഡോറ് വരുന്നത്. ഇതാണ് ഡോറ്, ഡോർ ഹാൻഡിലാണ്. ഇത് വിൻഡ് സ്ക്രീന് അല്ലെങ്കിൽ വിൻഡ് ഷീൽഡ് എന്ന് പറയും. നമ്മൾ ഫ്രണ്ട് ഗ്ലാസ് എന്ന് പറയുന്ന സാധനം. അതിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈപ്പർ. അത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതാണ് വൈപ്പേഴ്സ്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും, വളരെ പെട്ടെന്നാണ് നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഓൺലൈനിൽ സാധനം വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ, ഒരു വർക്ക്ഷോപ്പിലൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് എളുപ്പമാണ്, ഊരിയിട്ട് ക്ലിപ്പിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ മുകളിൽ ഇത് ടോപ്പ് ഏരിയ ആണ്. പിന്നെ ഈ വണ്ടിക്ക് സൺറൂഫ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് റൂഫ് റെയിലാണ്. ഇതിന്റെ തൊട്ട് താഴെയായിട്ടാണ് റെയിൻ ഗാർഡ് ഉള്ളത്. ഈ റെയിൻ ഗാർഡിന് ചെയ്ത് നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോഴല്ലേ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അത് അവിടുന്ന് ഷോറൂമിൽ തന്നെ വേണമെങ്കിൽ ചെയ്യിക്കാം, അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് ചെയ്യിക്കും. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു വളരെ ലൈറ്റ് ആയിട്ട് ഗ്ലാസ് ഓപ്പൺ ചെയ്തിട്ടാലും നമുക്ക് ചെറിയ ചെറിയ മഴച്ചാറ്റുകൾ അകത്തോട്ട് കിട്ടാതിരിക്കാനും, പിന്നെ ആ ഒരു എയറിന്റെ ഫ്ലോയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും, അതിന്റെ പേര് തന്നെ അതുകൊണ്ട് തന്നെ റെയിൻ ഗാർഡ് എന്ന് വെച്ചിരിക്കുന്നത്. അത് ഉണ്ട്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ പ്രധാനപ്പെട്ട കേസ് തന്നെ, ഞാൻ മുമ്പേ ടയർ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ്, പ്രധാനപ്പെട്ട കാര്യമാണ് വണ്ടിയുടെ 4 ടയർ. നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അത് ഡിപ്പെൻസ് ഓൺ ഓരോ വണ്ടി സൈസുകളുണ്ട്, ഓരോ ടയറിന് ഓരോ സൈസുകളുണ്ട്. ആ സൈസ് അനുസരിച്ചിട്ടാണ് മിക്കവാറും ഇപ്പൊ ചിലവുകൾ കാണാം XUV-കളിൽ അല്ലെ കുറച്ചുകൂടെ വലിയ വണ്ടികളിലൊക്കെ ടയർ സൈസ് കൂടിയതായിരിക്കും മിക്കവാറും ഇടുന്നത്. നമ്മുടെ നോർമൽ ഉപയോഗത്തിലുള്ള വണ്ടികൾക്ക് ഒരു 14 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പം 17ന്റെ ആണ് ഇതിൽ വരുന്നത്, 17 സൈസിൽ വരുന്നതാണ്. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് വീലിനെ കവർ ചെയ്തിട്ടാണ് ഈ ടയർ വരുന്നത്.
ഇത് ടയർ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. ട്യൂബ്ലെസ് വരുന്നുണ്ട്. ഇപ്പം കൂടുതലും ട്യൂബ്ലെസ് ആണ് വരുന്നത്. ട്യൂബ്ലെസ് ടയറിന്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും ട്യൂബ്ലെസ് ഓപ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പഞ്ചർ ആവുകയാണെന്നെങ്കിൽ ട്യൂബുള്ള ടയർ ആണെങ്കിൽ പെട്ടെന്ന് കാറ്റ് പോവുകയും നമുക്ക് ഒട്ടും ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത രീതി വരും. പക്ഷെ ട്യൂബ്ലെസ് ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പഞ്ചറായാലും പെട്ടെന്ന് കാറ്റ് പോയില്ല, കുറേ നേരം കൂടെ കുറെ കാറ്റ് അതിൽ നിൽക്കുകയും പതുക്കെ പതുക്കെ പോകുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ എത്താനും പഞ്ചർ ഒട്ടിക്കാനുള്ള ഒരു സാവകാശം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ട്യൂബ്ലെസ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിന്റെ താഴെ തന്നെ വീല്, ഇതാണ് വീലിനെ കവർ ചെയ്തിട്ടാണ് എപ്പോഴും ടയർ വരുന്നത്. ഇതാണ് വീല്. ഈ വീല് തന്നെ പലതരത്തിലുണ്ട്. അലോയ് വീൽസ്, ഇപ്പൊ പണ്ടെല്ലാം അല്ലാത്ത വീൽ കപ്പ്, സാധാരണ വീല് വന്നിട്ട് അതിനകത്ത് വീൽ കപ്പ് വെച്ചിട്ട് ക്ലിപ്പ് ഇട്ട് വരുന്ന ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ മെജോറിറ്റി എല്ലാം അലോയ് വീൽസ് ആണ് വരുന്നത്. അത് ഒന്ന് പ്രധാന കാരണം സ്ട്രെങ്തനിങ് ആണ്. അലോയ് വീൽസ് ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആണ്, വണ്ടിയുടെ പെർഫോമൻസിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. പിന്നെ ഭംഗി. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇത് ഫ്യൂൽ ടാങ്ക് ആണ്. നമ്മൾ പ്രധാനമായിട്ട് നിങ്ങൾ എല്ലാവരും അറിയിക്കും, നമ്മളൊരു വണ്ടിയുടെ ഏത് സൈഡാണ് ഫ്യൂൽ ടാങ്ക് എന്നുള്ള കേസ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ഞാനത് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ഫ്രണ്ടില് ഡാഷ്ബോർഡിലുള്ള മീറ്ററിനകത്ത് കാണിക്കുന്നുണ്ട് ഏത് സൈഡ് ആയിരിക്കും എന്ന്. അപ്പൊ അഥവാ ശ്രദ്ധിച്ചില്ലേ പോലും നമുക്ക് മിനിമം ഒരു അവയർനെസ് വേണം ഇത് ഏത് ഭാഗത്തായിട്ട് വരും എന്നുള്ളത്. അപ്പം അത് നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. കാരണം ഇത് പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും. നമ്മുടെ ഈ ഓട്ടോമോട്ടീവ് ഫീൽഡില് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും വരുന്നുണ്ടല്ലോ. ഈ ബാക്ക് സൈഡിനെല്ലാം അവർ കോമൺ ആയിട്ട് റിയർ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ റിയറിൽ വരുന്ന ഗ്ലാസിന് റിയർ ഗ്ലാസ് എന്നും ഇതിനെ റിയർ വൈപ്പർ എന്ന് പറയുന്നു. പിന്നെ കുറെ റിയർ ലൈറ്റുകൾ ഉണ്ട്, ടെയിൽ ലൈറ്റുകൾ, അങ്ങനെ. അപ്പൊ ലൈറ്റുകളെ നിങ്ങൾക്ക് പരിചയപ്പെട്ട ഇത് ഈ ഫസ്റ്റ് ലൈറ്റ്, ഇത് ഹൈ മൗണ്ടഡ് സ്പോട്ട് ലൈറ്റ് ആണ്. ഇപ്പം ഇതിന് പേരൊക്കെ ഇങ്ങനെ നിവർത്തി പറയുന്നുണ്ട്. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ കുറച്ച് ബാക്കിൽ വരുന്ന വാഹനത്തിന് നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലൈറ്റ് ആണ്. അപ്പം അതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ടെയിൽ ലൈറ്റുകൾ വരുന്നത്. ടെയിൽ ലൈറ്റില് ബ്രേക്ക് ലൈറ്റ് ആണ് ഇത്. ഈ ലൈറ്റുകൾ കൂടുതലും ബ്രേക്ക് ലൈറ്റ് ആണ് വരുന്നത്. ഈ സൈഡും ഉണ്ട്. നിങ്ങൾ ഈ ലൈറ്റ് കാണുന്നുണ്ടല്ലോ, ഇതാണ് റിവേഴ്സ് ലൈറ്റ്. നമ്മളിപ്പോ ഒരു വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ഈ ലൈറ്റ് ഓൺ ആവും. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ബാക്ക് സൈഡ് നല്ലോണം കാണാനും പറ്റും. പിന്നെ ഇപ്പം നമ്മുടെ പുറകിൽ നിൽക്കുന്ന ഒരു വണ്ടിക്ക് മനസ്സിലാവും നമ്മുടെ വണ്ടി റിവേഴ്സ് എടുക്കുകയാണ്. അപ്പൊ അവർ കുറച്ചുകൂടെ അവർക്ക് അലേർട്ട് ആവാനും പറ്റും. അപ്പൊ 2 രീതിയിൽ ഉപയോഗമാണ് റിവേഴ്സ് ലൈറ്റിന്. അപ്പൊ ഇത് ഈ സൈഡിലും ഉണ്ട് ഈ സൈഡിലും ഉണ്ട്, 2 റിവേഴ്സ് ലൈറ്റുകളുണ്ട്. പിന്നെ ഈ ടൈൽ ലൈറ്റ്സിന്റെ കൂടെ തന്നെ വരുന്നതാണ് ഇൻഡിക്കേറ്റർ ലൈറ്റ്. ഇതിന്റെ ഒരു പ്രത്യേക ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതും ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ആണ്, ഇതും ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ആണ്. നമ്മളിപ്പം റൈറ്റിലോട്ട് പോകുന്നതിന് റൈറ്റ് ഇൻഡിക്കേറ്റർ, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് പോകുന്നതിന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഈ 2 ലൈറ്റുകളും കത്താറുണ്ട്. പിന്നെ ഇതിന്റെ ഈ ഭാഗം എന്ന് വെച്ചാൽ നമ്പർ പ്ലേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതിന് താഴോട്ട് വരുമ്പം പിന്നെ താഴെ വന്നിട്ട് ബാക്കിൽ ബമ്പർ ഉണ്ട്. ഇത് ബാക്ക് ബമ്പർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ചെറിയ ഇടിയിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്ന സാധനം. പിന്നെ ഇതാണ് ബൂട്ട് സ്പേസ് പറയുന്നത്. അപ്പൊ നമ്മുടെ പുതിയ വണ്ടി എടുക്കാൻ ചെല്ലുമ്പോൾ ഇത്ര ലിറ്റർ കപ്പാസിറ്റി ബൂട്ട് സ്പേസ് ഉള്ള വണ്ടിയാണെന്നൊക്കെ അവർ പറയത്തില്ലേ. അപ്പൊ നമ്മള് മലയാളികൾ കോമൺലി പറയുന്നത് ഡിക്കി, ഇത്ര ഡിക്കി ഉണ്ട് എന്ന് പറയും. അപ്പൊ അതാണിത്. അപ്പൊ ഇതിന്റെ ബൂട്ട് സ്പേസ് നമുക്ക് കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ ബൂട്ട് സ്പേസ് ഉള്ള ഒരു വണ്ടിയാണ്. ഇതാണ് ഇതിന്റെ ബൂട്ട് സ്പേസ് പറയുന്നത്, ഇത്ര ലിറ്റർ കപ്പാസിറ്റി എന്ന് പറയും. ഇതിന്റെ താഴെയായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അപ്പൊ നമ്മള് ഒരു തുടക്കക്കാരല്ലെങ്കിൽ എന്നെ പോലുള്ള ലേഡീസ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഈ ഭാഗത്താണ് നമുക്ക് സ്റ്റെപ്പിനി ടയർ വരുന്നത്. നമ്മുടെ ഇതേ ടയറുകൾ തന്നെ, നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന ടയറിന് തന്നെ എപ്പോഴും ഒരു എക്സ്ട്രാ ടയർ എല്ലാ വണ്ടികളിലും ഇത് നിർബന്ധമാണ്. ഇത് എല്ലാ വണ്ടികൾക്കകത്തും ഉണ്ട്. കാരണം എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒരു പഞ്ചർ ആകുകയോ വേറെ എന്തെങ്കിലും വന്നാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ വണ്ടിയിൽ വെക്കുന്ന സാധനമാണ് ഈ സ്റ്റെപ്പിനി ടയർ. അതിന്റെ കൂടെ തന്നെ അവർ നമുക്ക് ടൂൾ ബോക്സ് തന്നിട്ടുണ്ട്. കണ്ടോ ടയർ, ഇതാണ് ജാക്കി. ഇത് പറഞ്ഞപ്പോൾ ഈ സ്റ്റെപ്പിനി ടയർ മിക്കവാറും ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും, നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിങ്ങനെ അൺടൈറ്റ് ചെയ്തിട്ട് നമുക്കിത് ഈ ടയർ എടുക്കാം. അത് മിക്കവാറും ഓരോ വണ്ടിയിൽ ഓരോ രീതിയിലായിരിക്കും. നിങ്ങളുടെ വണ്ടിയിൽ അങ്ങനെയാണ് ചെക്ക് ചെയ്യുക. പിന്നെ ഇതാണ് ജാക്കി. നമ്മൾ പഞ്ചർ ആവുകയാണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ ജാക്കിയുടെ ഉപയോഗം എന്താണെന്ന്. ഇത് വെച്ചിട്ട് വണ്ടി കുറച്ച് ലിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെപ്പിനി ചേഞ്ച് ചെയ്യുന്നത്. അപ്പം ഇതാണ് മെയിൻ ജാക്കിയുടെ ഉപകരണം. പിന്നെ അതിന് കുറച്ച് ലിവേഴ്സ് അവർ ഇതിൽ തന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതേപോലെ കുറെ റിവർ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് വെച്ചിട്ട് കറക്കി ഒക്കെയാണ് നമ്മൾ സ്റ്റെപ്പിനി ചേഞ്ച് ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ, അതിൻ്റെ ഡാഷ്ബോർഡ്, അതിൻ്റെ ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, അങ്ങനെ അതിനെക്കുറിച്ചുകൂടെ ഒക്കെ പറയണമെന്ന് കരുതിയിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പം തന്നെ ഇതൊരു ഭയങ്കര ലെങ്തി ആയി. എനിക്ക് ഒത്തിരി ലെങ്തി ഇടുന്നതിനോട് താല്പര്യമില്ല, കാരണം നിങ്ങൾക്ക് ബോറടിക്കരുതല്ലോ. അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. നെക്സ്റ്റ് വീഡിയോ എന്തായാലും അതിനെക്കുറിച്ച് തന്നെ, കാരണം അതും നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഇതൊക്കെ എന്താണെന്നും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളൂ. ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ തുടക്കക്കാർ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് കുറച്ച് മനസ്സിലാക്കുക, എന്നിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കേസുണ്ട്, ഇതൊക്കെ പഠിച്ചത് കൊണ്ടോ എഴുതി വെച്ചത് കൊണ്ടോ ഒന്നും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. വണ്ടി നിങ്ങൾ എടുത്ത് നിങ്ങൾ പതുക്കെ പതുക്കെ ഓടിച്ച് മാത്രമേ പഠിക്കാൻ പറ്റൂ. അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും അത് മാത്രമേ ഉള്ളൊരു മാർഗം. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ചെയ്യണം. പതുക്കെ ഓടിക്കുക, ആരോഗ്യം ശല്യപ്പെടുത്താത്ത രീതിയിൽ. രാത്രിയാണെങ്കിൽ പോലും ആവശ്യകത നമ്മുടേതാണ്, മാർഗങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തിയണം. അപ്പോൾ അങ്ങനെ കണ്ടെത്തി നിങ്ങൾ തന്നെ പഠിച്ചെടുക്കുക. അങ്ങനെ പഠിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ പറ്റൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ പറ്റണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ബാക്കി എൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.